ദുബായ് മഗ്രാൽ ഫ്രണ്ട്സ് അസോസിയേഷന് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. പരിപാടി ആരംഭിക്കുകയാണ്. മുഴുവൻ അതിഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അബ്ബാസ് ബർവാഡ്, BN അബ്ദുല്ല, ഇലാ ഹദറത്തി നബീന സഫീന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. ربنا إنك جامع الناس ليوم لا ريب فيه والله لا يخلف الميعاد. ربنا افرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم يسرك موجبات رحمتك والغائب مغفرتك وغائب مغفر السماوات من دون جميع وصول إليك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اسقنا دين الذي واسقط أمرنا واصل الدنيا التي فيها معاشنا واصل الآخرة التي فيها معادنا. آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لهم فيها سبحانك اللهم كريم فيها سلام وخذ وحدنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. സമാദരണീയനായ ഇന്നത്തെ യോഗത്തിന് പ്രാർത്ഥന നടത്തിയ സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ, സ്നേഹം നിറഞ്ഞ കമ്മിറ്റിയുടെ പ്രസിഡന്റ് വികൽപ്പനായ അബ്ദുല്ല കുഞ്ഞി, ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയങ്കരനായ KM ഖാദർ അബുദാബി, മറ്റു കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് അനീസ് റഹ്മാൻ, ട്രഷറർ ബഹുമാന്യനായ BN അബ്ദുള്ള സാഹിബ്, കമ്മിറ്റിയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ബഹുമാന്യനായ അബ്ബാസ് ബർവാഡ്, സെക്രട്ടറിമാരായ അഡ്വൈസറി ബോർഡ് മെമ്പർ മിസ്റ്റർ സയ്യിദ്, സെക്രട്ടറിമാരായ MH മജീദ്, കുഞ്ഞഹമ്മദ്, ഷംസു, ഡോക്ടർ ഇസ്മായിൽ, മറ്റു കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി അംഗങ്ങളെ, ജനറൽ ബോഡി അംഗങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരെ, തൊട്ടടുത്തിരിക്കുന്ന സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ അർപ്പിക്കട്ടെ. ഇന്ന് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് സംഘടനയുടെ 32ാം വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ്. കഴിഞ്ഞ ജനറൽ ബോഡിക്കും ഈ ജനറൽ ബോഡിക്കും ഇടയിലായി പല മഹൽ വ്യക്തിത്വങ്ങളും നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ പ്രധാനികളായ ഇളമയോട് ജീവിച്ച് ഇളമയോടെ തന്നെ 10,000 ദിനഹസ്രങ്ങളുടെ പ്രാർത്ഥന ഏറ്റുവാങ്ങി നമ്മിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയ മർഹൂം കാളമ്പാടി ഉസ്താദ് അവർ, അതുപോലെ നമ്മുടെ നാട്ടുകാരായ അബ്ദുറഹ്മാൻ ഹാജി, സൈനുദ്ദീൻ മുസ്ലിയാർ, അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയുടെ ഇളയ പ്രവർത്തകരുടെ സഹോദരനുമായ MA അബ്ദുൽ ഖാദർ എന്നുകൊണ്ട് പല മഹൽ വ്യക്തികളും നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അറബി ഹാജി തങ്ങളുടെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് വന്ന നമുക്ക് സമാധാനവും സന്തോഷവും ഒരുപാട് നൽകിയ, ഒരുപാട് പ്രാർത്ഥനകളും നൽകിയ അദ്ദേഹത്തിന്റെ ആ നാട്ടിൽ നിന്ന് വന്നവരാണ് നമ്മൾ. ഈ മഹത്തായ ഏറ്റവും നല്ല ഈ ദിവസത്തിൽ നമുക്കിവിടെ ഒരു തെരഞ്ഞെടുപ്പല്ല ആവശ്യമുള്ളത്. തെരഞ്ഞെടുത്തവരെ വെളിപ്പെടുത്തലാണ്. നമ്മുടെ പ്രസിഡന്റ് തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ആരാണ് അതിൽ നിന്ന് പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അത് ഇന്ന് ഇവിടെ വെളിപ്പെടുത്തും. അതിൽ വളരെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചെറുപ്പക്കാർ, നിങ്ങൾ യുവാക്കൾ, എല്ലാത്തിനും സൗകര്യമുള്ളവർ, നിങ്ങൾ മുന്നിട്ടിറങ്ങി വരണം. നിങ്ങൾ പ്രയത്നിക്കണം. നമ്മുടെ ഇത് സംഘടനയാണ്. പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം ഇത് ഇപ്പൊ തന്നെ വെളിപ്പെടുത്തുകയാണ്. 30-32 വർഷങ്ങൾക്ക് മുമ്പ് ജനനം നൽകിയ ഈ സമുദായത്തിന് നമ്മുടെ സ്നേഹത്തിന്റെ സംഘടന, ഈ സംഘടനയിൽ വളരേണ്ടത് ചെറുപ്പക്കാരാണ്. അവര് പ്രത്യേകിച്ചിട്ട് അവർക്ക് മാത്രമാണ് അവകാശം. ഞങ്ങൾ 20 വയസ്സുണ്ടാകുമ്പോൾ ബോംബെ ജമാഅത്തിന്റെ കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു. എന്തെല്ലാം സഹിച്ചുകൊണ്ടും പല ആൾക്കാരെ അങ്ങോട്ടും തൊട്ടും സഹിച്ചുകൊണ്ടും ഞങ്ങൾ എതിര് പറഞ്ഞിട്ടില്ല. കാരണം അന്നത്തെ മഹത്വക്കൾ വളരെ വിശാല ചിന്തയോട് കൂടി ഉണ്ടായിരുന്ന മഹാനായ മർഹൂം കോട്ട അന്തിച്ച ഞങ്ങൾക്ക് മിറാക്കിൾ ഹോട്ടലിൽ വെച്ച് രാവിലെ വരെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് പറഞ്ഞു തന്നു എങ്ങനെയാണ് ഒരു സംഘടന വളർത്തേണ്ടത്, ആ സംഘടനയിൽ എങ്ങനെ പ്രവർത്തിക്കണം,
എന്തെല്ലാം എതിരാളികൾ പറഞ്ഞാലും നാട്ടുകാരാട്ടും തുപ്പു കേട്ടുവാനും പിന്മാറുന്നത് പ്രവർത്തനത്തിൽ മുമ്പോട്ട് പോകണം. അതാണ് ഇപ്പൊ ഇവിടെ കണ്ടു ഒരു ഉസ്താദിന്റെ കയ്യിൽ ലെറ്ററും കൊടുത്ത് മോയ ജമാഅത്തിന് ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടിരിക്കുന്നു. ആ പാവം അദ്ദേഹത്തിനൊന്നും അറിയില്ല. ഈ ലെറ്റർ ചിലപ്പോൾ എയർപോർട്ടിൽ വെച്ച് വല്ല ചെക്കിങ്ങിന് പെട്ടുപോയാൽ ഈ കമ്മിറ്റി ഭാരവാഹി എടുക്കാൻ പ്രശ്നം, അത് അവർക്കും അറിയില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള കഴിവ് വേണം. പൈസ കൂടുതൽ വാങ്ങാനും അതുപോലെ എല്ലായിടത്തും പോയി സമ്പർക്കം പുലർത്താനും മെമ്പർമാരെ കൂട്ടുവാനും വന്നവരെ ഇനി വരാനുള്ളവരെയും ഇതിൽ പ്രവർത്തന അംഗങ്ങളാക്കുവാനും സാധിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കത് സാധിക്കട്ടെ. നല്ല ചെറുപ്പക്കാർ വരട്ടെ. ഈ വിനീതന് അവസരം നൽകിയ ഇതിന്റെ അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുണ്ടാക്കിയ എല്ലാ പാനലിലും എൻ്റെ പേര് പ്രസിഡന്റായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാവരും അതിനെ അംഗീകരിക്കുന്നു. എനിക്ക് പ്രസിഡന്റായിട്ട് ഞാൻ ഇപ്പോൾ കുറേ വർഷമായി നിങ്ങളുടെ പ്രസിഡന്റായിട്ട് വളരെ ഞാനതിന് നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്കും ഇത് സൗകര്യം ഉണ്ടായിട്ടോ സമയം ഉണ്ടായിട്ടോ അല്ല ഞാൻ ഇതുവരെ എനിക്കും എൻ്റെതായ പണിയുണ്ട്, എനിക്കും എൻ്റെതായ ബിസിയുണ്ട്. അത് എല്ലാവരും അങ്ങനെ എനിക്ക് പണി സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പിന്മാറുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഘടന നടക്കുന്നത്. അതുകൊണ്ട് കൂടാതെ എനിക്ക് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിന് എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സൗകര്യവും സമയമുള്ള ആളെ സെക്രട്ടറി ആയിട്ടും എനിക്ക് മറ്റുള്ള വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സായിട്ട് എനിക്ക് കഴിയും. എന്നാൽ മാത്രമേ ഞാനിത് നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാനിതിൽ നിന്ന് ഞാൻ പിന്മാറും. അതുകൊണ്ട് ഈ പാനലിൽ പെട്ട ഇതിൽ ഞാൻ പറയുന്ന ആൾക്കാർ ആരും ഇതിൽ നിന്ന് സെക്രട്ടറിയോ ഇതിലോ പിന്മാറാൻ പാടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഇത്ര നമ്മൾ പ്രവർത്തിച്ചിട്ട് ഇത്ര മുൻപന്തിയിലെത്തിയത് നിങ്ങളൊക്കെ വളരെ സഹായം കൊണ്ടാണ്. അതുകൊണ്ട് ഇതിൽ പറഞ്ഞതായ സെക്രട്ടറിക്കും മറ്റും പറഞ്ഞ് ചില ആൾക്കാർ ഞാനില്ല എന്ന് പറയുന്നത് വളരെ ഖേദമുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ പ്രസിഡന്റായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നമ്മുടെ വ്യക്തികൾ പറഞ്ഞതായ നമ്മുടെ മെമ്പേഴ്സ് പറഞ്ഞതായ ആൾക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് എന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നിങ്ങൾ ഒഴിവാക്കണമെന്ന്. അബ്ദുൽ കഞ്ഞി പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കുറേ വർഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇനി ഞാനും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാൻ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചതാണ്. ഞാൻ തന്നെ വായനയിൽ അവതരിപ്പിച്ചിരുന്നു, എൻ്റെ പേര് ഒഴിവാക്കിയിട്ട്. അതുപോലെ മുഴുവൻ കുട്ടികൾ കീറി കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ കാരണം ഇതിലൊരു വിഭാഗീയത വേണ്ട, ഞാൻ ഉപയോഗിക്കാൻ തയ്യാറാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി ഈ വൈകിയ വേളയിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഞാൻ കൈകൊടുത്ത് ഈദാക്കത്ത് നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഈദ് മുബാറക്. നമുക്കറിയാം വളരെ സമ്പുഷ്ടമായ ചരിത്രമുള്ള സമ്പുഷ്ടമായ പൈതൃകമുള്ള ഐക്യമുള്ള ഒരു പ്രദേശമാണ് മുഗ്രാൽ. ആ മുഗ്രാലിന്റെ ഭാഗത്ത് നിന്ന് ഈ ഫ്ലൈറ്റുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടത്തേക്ക് ആൾക്കാർ കുടിയേറി പാർക്കുകയും അവരൊക്കെ വന്നുകൊണ്ട് അവരിവിടെ വരുമ്പോൾ തന്നെയും സ്വന്തം വീടിനെയും സ്വന്തം കുടുംബത്തെയും സഹായിക്കുന്നത് പോലെ തന്നെ നാട്ടുകാരെയും സഹായിക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് ദുബായ് മുഗ്രാൽ മുസ്ലിം അസോസിയേഷൻ. ഈ കമ്മിറ്റിക്ക് പേരിന് വേണ്ടിയുള്ളതല്ല, ഈ കമ്മിറ്റി ആരുടെയും പേരിന് വേണ്ടിയുള്ളതല്ല. ഇവിടെ വന്നിട്ടുള്ള 91 മെമ്പർമാർ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ കമ്മിറ്റി മുന്നോട്ട് പോവുകയുള്ളൂ. നിങ്ങൾക്ക് അഭിമാനമുണ്ട്. 26 വർഷത്തോളം ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് നമ്മുടെ കെ അബ്ദുല്ല സാഹിബ്. അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇതുപോലുള്ള സംഘടനകളെ ഇനിയും മുന്നോട്ട് നയിക്കാനുള്ള തന്റെ അദ്ദേഹം നൽകട്ടെ. അദ്ദേഹത്തിന് എല്ലാവരുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്യുക. ഇന്ന് തെരഞ്ഞെടുത്ത കമ്മിറ്റിയിലെ മെമ്പർമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, മറ്റ് കമ്മിറ്റികൾക്കും വിനോദങ്ങൾക്കും നൽകുന്ന ആവേശം നമ്മുടെ പഴയകാല കമ്മിറ്റിയിലേക്ക് നാളെയുടെ നല്ലതിന് വേണ്ടി നൽകുന്ന ഈ കമ്മിറ്റിയിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാകണമെന്ന് മാത്രമല്ല, പുതിയ മെമ്പേഴ്സിനെ ഇതിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ ഇതിലേക്ക് പണമുണ്ടാക്കുന്ന വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള
അവസരം ഉണ്ടാക്കണമെന്ന് നമുക്കറിയാം. ഇന്ന് നാം നൽകുന്ന സംഖ്യ കൊണ്ട് അരപ്പവൻ പോലും വാങ്ങാൻ കഴിയാത്ത പരിസ്ഥിതിയാണത്. അതുകൊണ്ട് തന്നെ വരുന്ന ഭാവിയിൽ ഈ കമ്മിറ്റി ഒരു 25,000 കൊടുക്കാനുള്ള വക ഉണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും നല്ലയുടെ നാളേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പുതിയ കമ്മിറ്റിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു സുസ്ഥിരമായ സംഘത്തിന്റെ സമയമല്ലെന്നാണ് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കഴിഞ്ഞ 32 വർഷക്കാലമായി നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത് ഇതിന്റെ പ്രവർത്തന രീതി അത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കമ്മിറ്റിയിലേക്ക് ആദ്യമായിട്ട് ജനറൽ ബോഡിയിലേക്ക് രണ്ടാമത്തെ ജനറൽ ബോഡിയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടുവരുന്നു. ഒരിക്കലും കമ്മിറ്റിയുടെ ഭാഗമാകണമെന്ന് വരുന്ന നിമിഷം വരെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ബഹുമാനായ പ്രസിഡന്റ് വളരെ ഗൗരവത്തോടെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് തിരസ്കരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് ജോയിന്റ് സെക്രട്ടറിയായി നിൽക്കുന്നത്. കാരണം ഒരുപാട് കമ്മിറ്റികളിൽ പ്രവർത്തിച്ച് പരിചയവും അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും തൊട്ട് എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെയധികം നാട്ടിൽ പ്രവർത്തിച്ച് പരിചയമുള്ള നിലക്ക് ഒരു സംഘടനയിലേക്ക് ഇപ്പോൾ തൽക്കാലം വേണ്ട എന്ന രീതിയിലേക്ക് മുന്നോട്ട് വരുന്ന സന്ദർഭമാണ്. രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല മനസ്സിന്റെ ഉടമയായി ഈ സംഘടനയെ മുന്നോട്ട് കഴിഞ്ഞ 26 വർഷക്കാലമായി പ്രസിഡന്റായി നിൽക്കുന്ന ബഹുമാനായ KM അബ്ദുള്ളയുടെ വളരെ വിശാലമായ മനസ്സിന്റെ വ്യക്തിത്വപ്പെട്ട് തന്നെയാണ്. സംഘടന ഭാരവാഹികൾ ഒത്തരമേടുന്നാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ ഒരു മനസ്സായി ഒരു ശരീരമായി ഒരു ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ഭാവി ഈ സംഘടന കഴിയട്ടെ ആശംസിക്കുകയാണ്. ഈ നിങ്ങളുടെ പലവഴിന്റെ സഹായമാണ് ഉണ്ടാകേണ്ടത്. നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന സംഘടനയാണ്. അതുകൊണ്ട് കേവലം ഒരു മെമ്പർഷിപ്പിന്റെ 10 പകരമായിക്കൊണ്ട് റമദാനിലെങ്കിലും നിങ്ങൾക്ക് കഴിയാവുന്ന ഒരു അഡീഷൻ എത്തുക, ഒരു നിശ്ചിതമായിട്ടുക 50 രൂപയോ 10 രൂപയോ എത്രയാകട്ടെ, റമദാനിലെങ്കിലും ഒരു വർഷത്തിൽ നിങ്ങൾ സക്കാത്തായി നൽകുന്ന തുകയുടെ 1% ഈ സംഘടനയുടെ മെമ്പർഷിപ്പിന് പുറമെ മാറ്റിവെക്കാൻ തയ്യാറായാൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളും തീരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാത്രമാണ് മനുഷ്യൻ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള സംഘടനയിലാണെങ്കിൽ ഒരുപാട് മറ്റുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ സംഘടനയിൽ നമ്മുടെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ചാരിറ്റി അല്ലാത്ത ഒരൊറ്റ ഫീസ് പോലും എക്സ്പെൻസ് പറഞ്ഞിട്ട് അല്ലാതെ ചായ വേറെന്തായിട്ട് ഒരൊറ്റ എക്സ്പെൻസ് ഇല്ലാത്ത ഒരേ ഒരു സംഘടനയെ അഹങ്കാരിക്കാറുണ്ടാവും നമ്മുടെ മെമ്പേഴ്സിന് നമുക്ക് സാധിക്കും. അതിലുപരി ഇന്നത്തെ കമ്മിറ്റി എടുക്കുന്നതിന് ചെറിയ രാമത്തെ 6 വർഷമായി 6 വർഷം കൂടിയാണ് 1 വർഷം തന്നെ മെമ്പർഷിപ്പ്